ഏപ്രിൽ 5 റിലീസ് ചെയ്യുന്ന റസൂൽ പൂക്കുട്ടിയുടെ ദി സൗണ്ട് സ്റ്റോറി, നാദൃഷിയുടെ മേരാ നാം ഷാജി കാണാൻ മറക്കണ്ട. ഇന്ത്യൻ സിനിമകൾ ഇപ്പോൾ ചരിത്ര സിനിമയുടെ പിന്നാലെയാണ്. തെലുങ്കിൽ ബാഹുബലി തീർന്നു ലോകമെമ്പാടും ചരിത്രം സൃഷ്ടിച്ചതോടെ അത്തരം സിനിമകളോടാണ് ആളുകൾക്ക് താല്പര്യം. മലയാള സിനിമാ ലോകവും അതിനു പിന്നാലെയാണ്. മലയാളത്തിലും അത്തരത്തിൽ പുരാണവും ചരിത്രവും ഒക്കെ ഇതിവൃത്തമാകുന്ന ഒട്ടേറെ ചിത്രങ്ങൾ വരികയും വരാനിരിക്കുകയും ചെയ്യുന്നു. മമ്മൂട്ടിയുടെ മാമാങ്കം, മോഹൻലാലിന്റെ കുഞ്ഞാലി മരയ്ക്കാർ തുടങ്ങി ഒട്ടേറെ ചരിത്ര സിനിമകളാണ് വരാനിരിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കി എം.ടി. വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ശ്രീകുമാർ മേനോൻ സിനിമയാക്കാനിരുന്ന രണ്ടാം മൂലം മുടങ്ങിയതോടെ ഇനി മോഹൻലാലിനെ കുഞ്ഞാലിയായി മാത്രം സങ്കല്പിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ആരാധകർ. എന്നാൽ ആരാധകർ പ്രതീക്ഷിച്ചതിനുമൊപ്പം മാസ് ലുക്കിൽ മോഹൻലാൽ എത്താൻ പോവുകയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. വിനയനും മോഹൻലാലും തമ്മിലുള്ള പ്രശ്നങ്ങൾ വർഷങ്ങളായി നീണ്ടു നിൽക്കുകയായിരുന്നു. എന്നാൽ പരിഭവവും പിണക്കവും ഒക്കെ പറഞ്ഞു തീർത്ത് വിനയൻ മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം മോഹൻലാലിനെ വാനോളം പുകഴ്ത്തുകയാണ് വിനയൻ. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വിനയൻ മോഹൻലാലിനെ പ്രശംസകൾ കൊണ്ട് മൂടും. ഇപ്പോൾ ചിത്രകാരന്റെ ഭാവനയിൽ മോഹൻലാലിനെ രാവണനായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പെയിന്റിംഗ് തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ വിനയൻ. ഇതോടെ ഇനി മോഹൻലാൽ വിനയൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മോഹൻലാൽ രാവണനായി ആണോ എത്തുന്നതെന്ന സംശയത്തിലാണ് ആരാധകർ. ഭീമനായി മോഹൻലാലിനെ പ്രതീക്ഷിച്ച് നിരാശപ്പെട്ടവർക്ക് രാവണനായി മോഹൻലാൽ അവതരിക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും വിനയൻ മോഹൻലാലിനെ നീണ്ട കാലത്തിനു ശേഷം നായകനായി ലഭിക്കുമ്പോൾ നിരാശപ്പെടുത്തില്ല എന്നത് ഉറപ്പാണ്. ഇനി രാവണന് മോഹൻലാലിന്റെ മുഖമായി സ്ക്രീനിൽ കാണാൻ സാധിക്കുമോ എന്ന് കാത്തിരിക്കാം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.